ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ്. നമുക്ക് ഓണം ഇങ്ങി വന്നല്ലേ. ഓണം 2024 എല്ലാവരും ആഘോഷിക്കാനായിട്ട് വെയിറ്റിംഗ് ആണെന്നറിയാം. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓണം കളക്ഷൻസ് ഒന്നും വന്നില്ലല്ലോ, ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ കൊണ്ടുവരണേ എന്നുള്ളത്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമ്മളെല്ലാം ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയായിരിക്കും മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓണം കളക്ഷനിലുള്ള ഐറ്റം ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഞാൻ അതിന്റെ ഡീറ്റെയിലിങ് വേറൊരു ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. അതായത് നെക്ക് പോർഷനിൽ നല്ല രസമായിട്ട് വരുന്ന ആ ഒരു നെറ്റ് ഫാബ്രിക്കിലാണ് നമ്മളിങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതേ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് കണ്ടല്ലോ. മാക്സിമം വർക്ക്, അതായത് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. മുകളിലെ ആ യോക്ക് പോർഷനിലും മുകളിലും അതുപോലെ താഴത്തെ പോർഷനിലും നല്ല രസമായിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. സെയിം ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. കഴുത്ത് പലർക്കും ഈ ഒരു മോഡൽ ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും, കഴുത്ത് ഒരുപാട് ഇങ്ങനെ ഇറങ്ങിയിട്ട് വരും, ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതി നിൽക്കും. അങ്ങനെ ഒന്നുമില്ല. സെയിം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല ഒതുങ്ങിയിട്ടുള്ള കഴുത്തുമായിരിക്കും. എന്നാൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര വൈഡായിട്ടുള്ളൊരു ഫീല് വരത്തില്ല, ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഫീലും ഇല്ല. ഒരു മീഡിയം ലെവലിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല രസമുള്ളൊരു ഹാൻഡ് വർക്കിലാണ് വരുന്നത്. അതുപോലെ ടിഷ്യൂ മെറ്റീരിയൽ ആണ്, ഫുള്ളി ടിഷ്യൂ മെറ്റീരിയൽ ആണ്. ബാക്കിലും ദേ കണ്ടോ, ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 3/4 സ്ലീവ് വരുന്നുണ്ട്. സ്ലീവിന്റെ എൻഡിലും ഇങ്ങനെ ഒരു നമ്മൾ കസവിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. താഴെ ആ ഒരു ദാമൻ ഏരിയയിലും വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ദാമൻ ഏരിയയിലും വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം മുതൽ 5XL വരെ സൈസ് ഉണ്ട് കേട്ടോ. കാര്യം ഞാൻ ഏത് ടോപ്പ് കാണിച്ചു കഴിഞ്ഞാൽ, ഇത് ഏതൊരു പ്രോഡക്റ്റ് കാണിച്ചാലും ചോദിക്കുന്നത് ഞങ്ങൾ 5XLകാരോ അല്ലെങ്കിൽ ഞങ്ങൾ പ്ലസ് സൈസുകാരോ മറന്നുപോയോ, ഞങ്ങൾക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം മീഡിയം മുതൽ 5XL വരെ ചെയ്യുന്നുണ്ട്. മീഡിയം എന്ന് പറയുമ്പോൾ 38 ആണ് സൈസ് വരുന്നത്. 5XL എന്ന് പറയുമ്പോൾ 50 ആണ് സൈസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബഡ്ജറ്റ് റേഞ്ചിലാണ് കേട്ടോ. റേറ്റ് എത്രയാണെന്ന് അറിയണ്ടേ? 599 599 രൂപയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നത്. അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഈ ഒരു ടോപ്പിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ബോട്ടം ഏത് കളർ വേണമെങ്കിലും പെയർ ചെയ്യാനായിട്ട് പറ്റും. കാര്യം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഗോൾഡൻ കളറിൽ വരുന്ന കട്ട് ബീഡ്സും അതുപോലെ തന്നെ ബീഡ്സ്, നോർമൽ ബീഡ്സും ഒക്കെയാണ്. അപ്പൊ ഞാനിതിലിപ്പോൾ പെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ബോട്ടം പെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റും. അതൊരു വലിയൊരു പ്ലസ് ആണ് കേട്ടോ. പിന്നെ ഇപ്പം ഗ്രൂപ്പായിട്ടൊക്കെ ഓണം ഫംഗ്ഷൻ നടത്തുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് എത്ര എണ്ണം വേണേലും പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത്രയും ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് ബുക്കിംഗ് ഇപ്പം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 5 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് വരുന്നത്. കാര്യം അത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. 599 ആരും മിസ് ചെയ്യരുത്. അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ. കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. കാര്യം ചിലവർ നമുക്ക് ടോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടായിരിക്കും ഒരു മെസ്സേജ് ഇടുന്നത്. അപ്പോൾ അത് ഏത് ടോപ്പാണ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ട് ചോദിക്കുന്നത്. സൈസ് മെൻഷൻ ചെയ്യണം കൃത്യമായിട്ട്. അപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളൊരു മറുപടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഓരോ സെക്കൻഡിലും നമുക്ക് ബുക്കിങ്സ് വന്നുകൊണ്ടിരിക്കുന്ന കാരണം സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നത് കൊണ്ടാണ് പലരും പരാതി പറയാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യരുതേ. നമുക്ക് വീണ്ടും കാണാം. താങ്ക്